നമ്മുടെ ഇന്നത്തെ തിരുവചനത്തിൻ്റെ ധ്യാനത്തിനായി ഇന്ന് നമ്മൾ വായിച്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 15-16 വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ ഈ ആരാധനയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംബന്ധിക്കുവാനും പങ്കുകാരാകുവാനും തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഇതുവരെ വ്യാപരിച്ച അനുഭവിച്ച എല്ലാ ദൈവകൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഏറെ അനുഗ്രഹത്തോടെ വചനം കേട്ട് അതിനെ അനുസരിപ്പാനും അതിനോടുകൂടെ ചേർന്ന് നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂണിറ്റി സൺഡേ എന്ന് പറയും. അതുമാത്രമല്ല, ഭദ്രാസന സൺഡേയുമായി ഇന്ന് ആചരിക്കുകയാണ്. അതുകൊണ്ട് ഈ നമ്മൾ വായിച്ച വേദഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ മിഷൻ ആൻഡ് യൂണിറ്റി എന്നുള്ള പൊതുവായ ഒരു കാര്യം എടുത്തുകൊണ്ട് ഈ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് 3 ചെറിയ കാര്യങ്ങൾ വളരെ ചുരുക്കമായി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ അധ്യായങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ചില ചിന്തകന്മാർ പറയുന്നത് യവനന്മാർക്ക് യേശു കൊടുത്ത ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ടാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1-ാം അധ്യായം മുതൽ അവസാനം വരെ യോഹന്നാൻ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ചില ചിന്തകന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ, അതിന് യേശു തൻ്റെ ജീവിതത്തിലൂടെ കാണിക്കുന്ന മാതൃകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് യേശു 15-ാം വാക്യത്തിൽ പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക, യൂണിറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് മിഷൻ ആൻഡ് യൂണിറ്റി, ദൗത്യവും ഐക്യതയും എന്ന് പറയുന്നത് ഒരേ കോയിനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യേശു അതിനുള്ള ചില മാതൃകകൾ വളരെ നമുക്ക് പരിചിതമുള്ള ഭാഗമാണ്, വളരെ സിമ്പിളായുള്ള വേദഭാഗമാണ്. അതിൽ നിന്നുകൊണ്ട് യേശു പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ ആന്ധ്രയിലായിരുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ എന്ന് പറയുന്നത്, അവർക്ക് എല്ലാ വീടുകളും ഉണ്ടായിരുന്ന ഒന്ന് ആടുകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് വില്ലേജുകളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ മിക്കവാറും വണ്ടിയൊക്കെ നിർത്തും, റോഡ് ക്രോസ് ചെയ്ത് ഈ ആടുകളൊക്കെ അപ്പുറത്ത് കിടക്കാൻ. അതുകൊണ്ട് ആടുകളുടെ ജീവിതം, അവരുടെ വളർച്ചയൊക്കെ നേരിട്ട് കാണാനും കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കി. ഞങ്ങളെല്ലാം സുവിശേഷമൊക്കെ പല പ്രാവശ്യം ഇവരുടെ കൂടെ നടന്നു പോകാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ മണവും ഇതിൻ്റെ ആ ജോലിയുമൊക്കെ വളരെ ആഴമായി നേരിട്ട് കാണുവാനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ വേദഭാഗത്തെ ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി മിഷൻ ആൻഡ് യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ എന്താണ് ദൗത്യം, എന്താണ് ഐക്യത എന്ന് പറയുന്നത്? ഞാൻ പറയും, ഗിവിങ് യുവർ ബെസ്റ്റ് ആൻഡ് എക്സ്ട്രാ. നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നൽകുന്നതിനെയും അധികമായി നൽകുന്നതിനെയുമാണ് ദൗത്യമെന്നും യൂണിറ്റി എന്ന് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യേശു ഇടയൻ്റെ ഒരു ഉപമയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. സാധാരണ ഇടയന്മാർ ആടുകളെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ആപത്തോ ഒക്കെ വന്നാൽ അതിനെ രക്ഷിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തും. വന്യമൃഗങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ വടിയെടുത്തടിച്ചോ ഒടുക്കാൻ. എന്നാൽ വന്യമൃഗം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയൻ എന്ത് ചെയ്യും? മാറി നിൽക്കും. കാരണം ഇടയനെ ആക്രമിക്കുവാനുള്ള കാരണം ഉണ്ട്. എന്നാൽ യേശു പറയുന്നത് ആ ഇടയനിലും അപ്പുറമുള്ള ഒരു ഇടയനെക്കുറിച്ചാണ്. ഈ ഇടയൻ, യേശു ആയിരിക്കുന്ന ഇടയൻ എന്ന് പറയുന്നത് മൃഗങ്ങൾ കടിച്ച് കൊല്ലുന്നിടം വരെ തൻ്റെ ജീവൻ പണയം വെച്ച് ഈ ആടിനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഇടയനെ പറ്റിയാണ്. ഹി റിസ്ക് ഹിംസെൽഫ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ ഷീപ്പ്.
തൻ്റെ ജീവിതത്തെ കളഞ്ഞുകൊണ്ട് എന്തു ചെയ്യുന്നു? ഇടയൻ തൻ്റെ ജീവനെ നൽകുവാൻ പോലും തയ്യാറാകുന്നു എന്നുള്ളതാണ്. ദാവീദിൻ്റെ കഥയുണ്ട്. ശൗലിൻ്റെ അടുത്ത് ദാവീദ് എന്ന് പറയുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ശൗലിനോട് പറയുന്നുണ്ട്, താൻ എത്രമാത്രം മിടുക്കനായിരുന്നു. താൻ എന്തു ചെയ്തു? ആടുകളെ ആക്രമിക്കാൻ വന്നപ്പോൾ കരടിയൊക്കെ വന്നു, താൻ അതിനെ എന്തു ചെയ്തു? കൊന്ന് കളഞ്ഞു. ഒരു ഇടയൻ എന്ന് പറയുന്നത് അത് മാത്രമേ ചെയ്യാനായിട്ട്. എന്നാൽ യേശു കർത്താവാകുന്ന ഇടയൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ, ഗിവിങ് ഹിസ് ബെസ്റ്റ്, ഹിസ് ലൈഫ് ആൻഡ് എക്സ്ട്രാ, മറ്റുള്ള ഇടയന്മാർ നൽകുന്നതിനപ്പുറം നൽകുന്നതിനായ ഇടയനാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, റോമൻ കൾച്ചറിൽ ഈ ആട് എന്ന് പറയുന്നത് അവരുടെ വെൽത്താണ്. കാരണം അതിൻ്റെ തൊലി കൊണ്ടും അതിൻ്റെ രോമം കൊണ്ടുമാണ് അവർ ഉപജീവിച്ചത്. അതുകൊണ്ട് അവർ പറയും ഈ ആട് എന്ന് പറയുന്നത് അവരുടെ എന്താണ്? സമ്പത്താണ്. അപ്പോൾ ദ ലോർഡ് ഈസ് അവർ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വി ആർ ദ വെൽത്ത് ഓഫ് ഗോഡ് എന്നുള്ളത്. ദൈവത്തിൻ്റെ സമ്പത്താണ് നാം എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമ്പത്തായ നാം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിൽ വേർതിരിച്ച് കൊടുക്കുക എന്നതിൽ അപ്പുറമായി യേശു നമുക്ക് കാണിച്ചിരുന്ന മാതൃക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതിനെ നൽകുവാനായിട്ട് സാധിക്കും. ഒരു യൂണിറ്റി, ഒരു കുടുംബത്തിൽ യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? നമ്മുടെ ജീവിതത്തിലെ ബെസ്റ്റ് നമ്മുടെ തുണയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക് നാം കൊടുക്കുമ്പോഴാണ് കുടുംബം അനുഗ്രഹമായി തീരുന്നത്. അതുപോലെ തന്നെയാണ് ഐക്യതയിലും മിഷൻ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ OU ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് MBBS കഴിഞ്ഞ് ഇഷ്ടം പോലെ ചാൻസ്, അദ്ദേഹത്തിൻ്റെ കൂടെ 5 പേര് ഇറങ്ങി ഈ മിഷൻ വേലയ്ക്ക് ഇറങ്ങിയെങ്കിലും ബാക്കി 4 പേരും അമേരിക്കയിൽ ജീവിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഈ ആന്ധ്രയുടെ കൊടും ചൂടായ സമയം ഞങ്ങൾ ചെല്ലുമ്പോൾ രാത്രി 2 മണിക്കൂർ മാത്രമേ കറണ്ട് ഞങ്ങൾക്ക് ലഭിക്കാറുള്ളൂ. ബാക്കി മൊത്തം ആ ചൂടത്ത് ഇരുന്നോ നടന്നോ. ആ സാഹചര്യത്തിലാണ് ഡോക്ടർ OU ജോർജ് തൻ്റെ ജീവിതത്തിൻ്റെ ബെസ്റ്റ്, അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. ശാന്തി ഡോക്ടർ ഇപ്പോൾ ജീവനോടെ ഉണ്ട്. അവരും അവരുടെ കുഞ്ഞുങ്ങളും തങ്ങളുടെ ജീവിതത്തെ മുഴുവനായി ദ ബെസ്റ്റ് അവർക്ക് നൽകുവാൻ കഴിയുന്നതിൻ്റെ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജ്ഞാനം എല്ലാം നൽകി. അതുമാത്രമല്ല, എക്സ്ട്രാ അവർ ജീവിതത്തിൽ നൽകി. ആ ഡോക്ടറിൻ്റെ വലിയ പ്രവർത്തനമാണ്. 60 ഇടവകയുടെയും ആരംഭം കുറിച്ചത് പ്രിയ ഡോക്ടറാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ നൽകുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് എന്താണ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ബെസ്റ്റ് നൽകുവാനായിട്ട് ഇടയാകണം എന്നുള്ള ചിന്ത. യൂണിറ്റിക്ക് എൻ്റെ ജീവിതത്തിൽ കുടുംബ ശിഥിലീകരണമൊക്കെ സംഭവിക്കുന്ന സമയത്ത്, മറ്റുള്ളവർ അയൽവക്ക ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ബെസ്റ്റിനെയെങ്കിലും നൽകുവാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ സുവിശേഷ വേല അനുഗ്രഹമായി തീരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായി, മിഷൻ ആൻഡ് യൂണിറ്റി ഈസ് ബൈ സാക്രിഫൈസിങ് ആൻഡ് നോയിങ് ദ ഷീപ്പ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലൂടെയും ത്യാഗത്തിലൂടെയും അതിനെ അറിയുന്നതിലൂടെയുമാണ് ഈ മിഷൻ നടക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഈ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ കാരണം നമ്മുടെ ഇവിടെയുള്ള ആത്മായർ ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുകയും പോയതുകൊണ്ടാണ്. സിഹോറയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ അറിയാം അല്ലേ. അവർ തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. അവരെ അറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ക്രിസ്തോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷ വിലയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ്: ഞാൻ അവരോട് സുവിശേഷം അറിയിക്കാനായിട്ടല്ല പോയത്, അവരിൽ നിന്ന് സുവിശേഷം പഠിക്കാനായിട്ടാണ് പോയത് എന്ന് തിരുമേനി പറഞ്ഞു. അതുകൊണ്ട് മിഷൻ എന്ന് പറഞ്ഞതാണ് നോയിങ് ദ ഷീപ്പ് എന്നുള്ളതാണ്. ഈ ആടുകളെ അറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി എപ്പോഴാണ് സാധ്യമായിത്തീരുന്നത്? യൂണിറ്റി സാധ്യമായിത്തീരുന്നത് മറ്റുള്ളവരെ, മറ്റ് സഭകളെ നാം അറിയാനായിട്ട് സാധിക്കുമ്പോൾ, നമ്മുടെ അയൽവക്കങ്ങളെ അറിയാനായിട്ട്, അവർക്ക് വേണ്ടി യാഗമർപ്പിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ തള്ളയാടുകളെ മെല്ലെ നടത്തുകയും കുഞ്ഞാടുകളെ തോളിലേറ്റി നടക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ തിയോഡോസ് തിരുമേനി ഈ സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്ത ആളെ സമയത്ത് നമ്മുടെ ഈ ആഗോള സഭയിൽ ആദ്യം പ്രതികരിച്ചത് തിയോഡോസ് തിരുമേനി. അതിന് കാരണം സഭയ്ക്ക് പല കോട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും തൻ്റെ ഈ സഭയുടെ ആവശ്യത്തെക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് മർത്തോമ സഭയ്ക്ക് ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെ പേഴ്സണാലിറ്റിയെയും ക്യാരക്ടേഴ്സിനെയും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുള്ള ഒരിടമായി നമ്മുടെ സുവിശേഷ വേലയും ഐക്യതയും മാറണം എന്നുള്ളതാണ്. കുടുംബത്തിലും വ്യക്തിപരമായും സമൂഹപരമായും മറ്റുള്ള വ്യക്തികളെ അറിയാനായിട്ടും
അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അവരോടുകൂടെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. നമുക്കറിയാം ICC വേൾഡ് കപ്പിൽ ഈ ഇടയ്ക്ക് വുമൺ ക്രിക്കറ്റ് അവർ വേൾഡ് കപ്പ് നേടുകയുണ്ടായി. അതിലെ ഓരോ മാച്ചും പ്രത്യേകമായി സെമി ഫൈനലിലും ഫൈനലിലും നമ്മൾ പ്രവേശിച്ചാൽ അതിൻ്റെ ക്യാപ്റ്റനായിരിക്കും ഹർമീന്ദർ കൗർ എന്ന് പറയുന്ന ആ ക്യാപ്റ്റൻ 2 പേരെ, ഒന്ന് സെമി ഫൈനലിൽ ജമീമ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ യുവതിയെയും ഫൈനലിൽ ഷെഫാലി വർമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കളിച്ചത് നമുക്കറിയാം. അവരൊന്നും ആ ഓർഡറിൽ കളിച്ചവരല്ല. എന്നാൽ പ്രത്യേകമായ സാഹചര്യം സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടുമ്പോൾ ജമീമയാണ് അതിൽ മൂന്നാമതായി തൻ്റെ സ്ഥാനം താഴോട്ട് വെച്ചുകൊണ്ട് ജമീമയെ ഇറക്കി. അതുമാത്രമല്ല ഷെഫാലി വർമ്മ വലിയ ബോളറല്ലായിരുന്നു. എന്നാൽ ഷെഫാലി വർമ്മയ്ക്ക് 10 ഓവർ എറിയാനായിട്ട് കൊടുത്തുകൊണ്ട് പ്രധാന വിക്കറ്റുകൾ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് ആ ക്യാപ്റ്റൻ അങ്ങനെ കഴിഞ്ഞത്? ഇവരുടെ വ്യക്തിപരമായ ജീവിതം അവർക്ക് എങ്ങനെ കളിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഐക്യതയ്ക്കും മിഷൻ പ്രവർത്തനങ്ങൾക്കും നമ്മളെ തന്നെ യാഗമായി സമർപ്പിക്കുവാനായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ അറിയുവാനായിട്ടും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യൂണിറ്റി ആൻഡ് മിഷൻ ഈസ് നോട്ട് ഫോർ അവർ സെൽഫ്. നമുക്ക് വേണ്ടിയല്ല അതാണ് സഭ ഐക്യവും മറ്റ് ഐക്യതയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലേ? ലോകത്തിൻ്റെ ഐക്യം എന്തിനു വേണ്ടിയാണ്? ഞാൻ ഒരാളെ 2 പേരെ കൂട്ടുന്നത് എന്തിനാണ്? എൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ടാണ്. സഭ ഐക്യപ്പെടുന്നത് എന്തിനാണ്? മറ്റുള്ളവരുടെ സുരക്ഷിത ഉറപ്പാക്കാനായിട്ട്, അല്ലേ? ഏത് പാർട്ടി ഉണ്ടാകുമ്പോഴും ഏത് സാമൂഹ്യ പ്രസ്ഥാനം ഉണ്ടാകുമ്പോഴും അതിൻ്റെ കാരണം എന്താണ്? കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രസ്ഥാനങ്ങളുള്ളത്, ഓരോ യൂണിയനുകളുള്ളത്. എന്തിനാണ്? അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക. നമുക്കിപ്പോൾ എല്ലായിടത്തും കാണാം, ഞങ്ങളുടെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടുന്നു. സഭാ ഐക്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? സഭ നിലനിൽക്കുന്ന മറ്റുള്ളവരുടെ സുവിശേഷ വേല നിന്ന് നമുക്കെന്തിനാണ്? മാരാമൺകാർക്ക് ആന്ധ്രാക്കാരെ നോക്കേണ്ട കാര്യമുണ്ടോ? മാരാമൺകാരാണ് ആന്ധ്രാക്കാരെ നോക്കേണ്ടത്. കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ഞങ്ങൾ വിദ്യാഭ്യാസം ലഭിച്ചു, ഞങ്ങൾക്ക് അറിവ് ലഭിച്ചു, അത് ഞങ്ങൾ മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് മിഷൻ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കുകയും ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും എന്നുള്ളതാണ്. ഈ ആടുകളുടെ യാത്രയിൽ യഥാർത്ഥത്തിൽ ഒരു വില്ലേജിൽ ഒരാൾക്ക് 4 ആട് കാണും. ഈ മറ്റ് 250ഓളം വീടുകാർ അവർ പറയും, ഞങ്ങളുടെ ആടുകളെയോടെ നീ ഒരാൾ മതിയല്ലോ, ബാക്കിയുള്ളവരെല്ലാം ജോലിക്ക് പോകാം. അപ്പോൾ രാവിലെ ഈ ഒരാൾ ഇത് ഏൽപ്പിച്ച ആൾ തൻ്റെ 5 ആടുമായിട്ട് വെളിയിലോട്ട് റോഡിലോട്ട് വന്ന് നിൽക്കും. മറ്റുള്ളവർ ആടുകളെ അഴിച്ചുവിടും. ഈ ആടുകളെല്ലാം ഈ ആടുകളോട് ചേരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ തീറ്റും, എന്നിട്ട് തിരിച്ചു വരും. യേശു പറഞ്ഞ ആ ഉപമയിൽ നിന്നുകൊണ്ടാണ്, അല്ലേ? ഇവിടെ കൂലിക്കാരന് ചിലരെന്ത് ചെയ്യും? ഈ ആടുകളൊന്നും ഇല്ലാത്ത ഒരാളെ കൂലിക്കാരനായിട്ട് ഏൽപ്പിക്കും. അവരെന്ത് ചെയ്യും? ഈ ആടിനെ മനസ്സിലാക്കിയില്ല. എന്നാൽ ഈ ആട്ടിൻകൂട്ടത്തിൽ ഞാൻ പറഞ്ഞ സാഹചര്യത്തിൽ ഈ ഇടയൻ്റെ ആട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എന്തു ചെയ്യും? എല്ലാ ആടുകളെയും എന്ത് ചെയ്യും? ഇടയൻ നോക്കുവാനായിട്ടിടയായി തീരും എന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിലാണ് യേശു ഈ കാര്യം പറയുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. യേശു പറഞ്ഞത്, ഞാൻ ഇടയനായിരിക്കുന്നത് എൻ്റെ ആടുകളെ നോക്കുവാനായിട്ട് മാത്രമല്ല, മറ്റ് ആടുകളെയും ഞാൻ നോക്കേണ്ടതാണ്. ഓരോ ചെറിയ കൂട്ടമായി ചേർന്ന് വലിയ ഫ്ലോക്കായി ഈ ആടിനെ നോക്കുന്ന ശുശ്രൂഷയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം എന്തിനാണ് നാം ഈ സുവിശേഷം അറിയിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഐക്യതയുടെ വർത്തമാനങ്ങൾ നമ്മൾ പറയുന്നത്? മനുഷ്യത്വത്തെ വീണ്ടെടുക്കുവാനായിട്ടാണ്. ഇന്ന് തങ്ങൾക്ക് തന്നെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന ഈ ലോകത്ത് നവീകരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്, അല്ലേ? നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാർ ആദ്യം വന്ന് ഈ സുവിശേഷം അറിയിച്ച എന്താണ്? ഇവിടെയുള്ള അനാചാരങ്ങളെയൊക്കെ നീക്കം ചെയ്യാനായിട്ടാണ്. നവീകരണം ഉണ്ടായത് എന്താണ്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ വേദപുസ്തകത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ മനുഷ്യത്വത്തിലേക്ക് വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് മിഷൻ ഫീൽഡുകളെല്ലാം രൂപാന്തരപ്പെടുന്നത് മറ്റുള്ള കരുതലിലാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 3 ചിന്തകളാണ് പ്രധാനമായിട്ട് ഞാനായിട്ട് ശ്രമിച്ചത്. എന്താണ് ദൗത്യം, എന്താണ് ഐക്യത, അത് നമ്മുടെ ജീവിതത്തിലെ ബെസ്റ്റ് നൽകുന്നതും അതിലുപരിയായി എക്സ്ട്രാ നൽകുന്നതുമുള്ള അനുഭവമാണ്. 2, മിഷൻ ആൻഡ് യൂണിറ്റി ഈസ് സാക്രിഫൈസിങ് അവർ സെൽഫ് ആൻഡ് നോയിങ് ദ ഷീപ്പ്. 3, യൂണിറ്റി ആൻഡ് മിഷൻ ഈസ് നോട്ട് ഫോർ അവർ സെൽഫ് ബട്ട് ഫോർ ദ അതേഴ്സ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ മിഷൻ പ്രവർത്തനങ്ങളിലും
ഒരുമിച്ചുള്ള ഐക്യതയിലും ദൈവകൃപയിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇറ്റ് ഈസ് നോട്ട് ഫോർ എക്ലീസിയാസ്റ്റിക്കൽ യൂണിറ്റി, ഇറ്റ് ഈസ് എ യൂണിറ്റി ഓഫ് ലോയൽറ്റി ടു ജീസസ് ക്രൈസ്റ്റ്. യേശുവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് ഐക്യവും മിഷനും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള ഒരു ഐക്യതയിലും ദൗത്യ നിർവഹണത്തിലും ഭദ്രാസനമായി പങ്കെടുക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ അവസരം നൽകിയ ആളുടെ പ്രിയ ജിജി തോമസ് അച്ഛനോടും ഇടവയിലെ എല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.